എൻ സുകന്യ, ഈ നമുക്ക് മുന്നിൽ ഈ പത്തനംതിട്ടയിലെ വാർത്ത ഉണ്ടാക്കുന്ന ആശങ്കകൾ നിരവധിയാണ്. കാരണം ആ കുട്ടിയുടെ മൊഴിയിലുള്ള ആളുകളുടെ എണ്ണം ഇത്ര അധികം, അത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, അവർ ചൂഷണം നേരിട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറമാണ് അതൊരു മൊഴിയായി നൽകാൻ പോലും കഴിയുന്നത്. അപ്പം പൊതുവിൽ മികച്ച സാമൂഹ്യ സാഹചര്യങ്ങളും സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലും താഴേക്കിടയിലേക്ക് പോലും എത്തുന്നു എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംവിധാനങ്ങൾ അല്പം കൂടി കാര്യക്ഷമമാവണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ലേ? കാരണം ആ കുട്ടിക്ക് മൊഴി നൽകാൻ ഇത്രയധികം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വളരെ ഭീതി ഉയർത്തുന്ന ഒരു വാർത്ത തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തില് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലായിട്ട് ആശങ്ക ഉണർത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇത് കേട്ടപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നത്, എനിക്ക് തോന്നുന്നു, സൂര്യനെല്ലി വിഷയത്തിലുണ്ടായ അന്നത്തെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട അതിനോടൊരു സമാനമായ രൂപത്തിൽ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള അതിക്രമമാണ് ഈ പെൺകുട്ടിക്ക് വർഷങ്ങളായിട്ട് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച ആരാണെന്ന് അറിയില്ല, ഏതായാലും അവർ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പിന്തുണച്ച് പറയുകയാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണാ സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മഹിളാ അസോസിയേഷൻ ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. ഈ കുറ്റവാളികളെ എല്ലാം തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ശ്രമകരമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കുറച്ച് വർഷങ്ങൾ പിന്നിട്ടു എന്നുള്ളത് കൊണ്ടും തെളിവുകൾ വേണ്ടത്ര ചിലപ്പോൾ ലഭ്യമാവണമെന്നില്ല. മറ്റ് പലതരത്തിലുള്ള സ്വാധീനമൊക്കെ ഉപയോഗിക്കാൻ ഈ ബന്ധപ്പെട്ട കുറ്റകൃത്യം ചെയ്ത ആളുകൾ അതിന് സാധ്യത, ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ പല മുൻ കേസുകളുടെ അനുഭവത്തിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പങ്കുവെക്കുന്നത്. അപ്പോ അത്തരത്തിലല്ലാതെ ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളിവിടെ ചോദിച്ചതുപോലെ നമ്മൾ കുറെ കൂടി ആഴത്തിൽ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ വളരെ ശക്തമായ സംവിധാനം ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് സ്കൂളുകൾക്കകത്തുണ്ട്. ഓരോ വാർഡിനകത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാഗ്രതാ സമിതികൾ എന്ന രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആശാ വർക്കർമാരും അതുപോലെ അംഗൻവാടി അധ്യാപകർക്ക് അവർക്ക് പ്രത്യേകമായിട്ട് ചുമതല ഇത്തരം വൾണറബിൾ ആയിട്ടുള്ള കേസുകൾ, ഞാനൊരു ജനപ്രതിനിധി കൂടി ആയതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, നമുക്ക് അത്തരത്തിലുള്ളതുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമുക്കറിയാം ഇത് പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഭീതിയിൽ ആകുകയാണ്. ഇതിന് വിക്ടിംസ് ആകുന്ന ആളുകൾ അവര് ഭയപ്പെടുത്തിക്കൊണ്ടാണല്ലോ അവരെ ഈ നിലയിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടി ആയിരിക്കണം നമുക്ക് ഇത്തരം കേസുകൾ ഇങ്ങനെ ഇപ്പോഴും വളരെ വർഷങ്ങൾക്ക് ശേഷം മാത്രം മൊഴി കൊടുക്കുന്ന ഒരു നിലയിലേക്ക് തീർച്ചയായിട്ടും വരുന്നത്. അപ്പോ അതുകൊണ്ട് കുറെ കൂടി ഇത് ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് അതിൽ ചെയ്യാനുള്ളൂ. ഈ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എല്ലാ സംവിധാനവും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത്, ഒരു കുട്ടി വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ സ്കൂള് ഏറ്റവും കൂടുതൽ ആ കുട്ടിയെ ഇടപഴകുന്ന, കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളിലാണ്. അപ്പോൾ അധ്യാപകർക്ക് അത് കണ്ടെത്താനും ഫോളോ അപ്പ് ചെയ്യാനും കഴിയുന്ന രൂപത്തിലേക്ക് അവിടെ സിസ്റ്റത്തിൽ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ആ സംവിധാനങ്ങൾ ഫലപ്രദമായി ഇടപെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മോണിറ്ററിങ് കുറച്ചുകൂടി ജാഗ്രതപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ പ്രാദേശികമായിട്ടുള്ള താഴെ തലത്തിലുള്ള സംവിധാനങ്ങൾ, ഇവിടെയൊന്നും സംവിധാനങ്ങളില്ല എന്നുള്ളതല്ല പ്രശ്നം, ആ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ചില ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ അലർട്ട് ആവുന്നുണ്ട്. അതല്ലാതെ ഒരു പൊതുവായി ഒരു ജാഗ്രതപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ആവശ്യകതയാണ് ഇത് കാണിക്കുന്നത്. അതോടൊപ്പം നിയമപരമായിട്ട് പോരാട്ടത്തിലേക്ക് വരുമ്പോ നല്ല ഒരു പിന്തുണ സൂര്യനെല്ലിയിലെ പെൺകുട്ടിയുടെ അനുഭവം തന്നെ നമുക്ക് മുമ്പിലുണ്ട്. പിന്നീട് തുടർന്ന് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ആ കുടുംബം നേരിട്ട പ്രശ്നങ്ങൾ, അവസാനം സർക്കാർ സർവീസിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു ജോലി കൊടുത്തതിന് ശേഷമാണ് ആ പെൺകുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു പിന്തുണ ഉണ്ടാവണം എന്നാണ്, കുറ്റവാളികളെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അതാണ് സാഹചര്യം.